എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ശരവണ ഭവനിൽ നിന്നും കഴിക്കാൻ കിട്ടുന്ന നല്ല പഞ്ഞി പോലുള്ള ഇഡലിയും ക്രീമി ടെക്സ്ചറിലുള്ള ചട്നിയുമാണ് തയ്യാറാക്കുന്നത്. ചിലപ്പോൾ തണുത്ത കാലാവസ്ഥയായാൽ മാവ് പൊങ്ങി വരാതെ ഇഡലി കല്ല് പോലെ ആവാറുണ്ട്. മാവ് അരക്കുമ്പോഴും കൂട്ടുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല സോപ്പ് പത പോലെയുള്ള മാവ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇഡലിക്ക് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചട്നി. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇഡലിയും അതുപോലെ തന്നെ നല്ല ക്രീമി ടെക്സ്ചറുള്ള ചട്നിയും തയ്യാറാക്കുന്നത് വീഡിയോ കണ്ടുവരാം. ശരവണ ഭവനിലെ നല്ല സോഫ്റ്റും നല്ല പഞ്ഞി പോലുള്ള ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ഈ ഒരു ഗ്ലാസിന്റെ അളവിന് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി നോക്കിയിട്ട് എടുക്കണം. നമ്മൾ അളവിനെടുക്കുന്ന ഗ്ലാസ് ആയാലും കപ്പായാലും ഏതായാലും ഇതിന്റെ അളവിനായിരിക്കണം ബാക്കിയുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ എടുക്കുന്നത്. ഇനി ഈ പച്ചരി 3-4 വെള്ളത്തിൽ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കാം. പച്ചരി നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നല്ല വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്നും കുതിർത്തി വെച്ച് കൊടുക്കാം. ഉഴുന്നിന്റെ കൂടെ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. 2 പ്രാവശ്യം കഴുകി എടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം. ഉഴുന്ന് കഴുകി എടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഉഴുന്നിലെ ഈ വെള്ളത്തോട് കൂടിയാണ് അരച്ചെടുക്കുന്നത്. അപ്പൊ ഈ ഉഴുന്നിലെ ഗുണങ്ങളും കൂടി നമുക്ക് ഈ വെള്ളത്തിൽ കിട്ടും. ഞാൻ ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം. ഏകദേശം ഒരു 6 മണിക്കൂർ വരെ കുതിരാൻ വെക്കുന്നുണ്ട് അരിയും ഉഴുന്നും കുതിരാൻ വെച്ചിട്ട് ഇവിടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഉഴുന്നും നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കാനായിട്ട് ഉഴുന്ന് കുതിർത്തിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉഴുന്നിന് നല്ല പോലെ തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഉഴുന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ചൂടായിട്ട് ഉഴുന്ന് ഇതിൽ നിന്ന് വെന്ത് പോകും. അപ്പോൾ ഇഡ്ഡലി ഹാർഡായി പോവുകയും ചെയ്യും, അതുപോലെ തന്നെ പൊങ്ങി വരികയും ചെയ്യില്ല. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ലെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താലും മതി. പാത്രത്തിലേക്ക് മാറ്റാം. ഉഴുന്ന് അരച്ചെടുത്ത അതേ ജാറിലേക്ക് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കാം. അരി അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉഴുന്ന് കുതിർത്ത് വെച്ച് കൊടുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അരിയും ചോറും കൂടി അരച്ചെടുത്തിട്ട് വരാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. അരി ഉഴുന്ന് പോലെ നല്ല സ്മൂത്ത് ആയിട്ട് അരിയൊന്നും വേണ്ട, ചെറിയൊരു തരിതരിയോടെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി. എന്നാൽ മാത്രമേ നമ്മളെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഉഴുന്നിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അരിയും ഉഴുന്നും കൂടി നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കൈ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് എങ്കിലും നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ട് തന്നെ ഇത് മാവ് മുകളിലോട്ട് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയ നമ്മൾ മാവുമായിട്ട് ചേർന്നിട്ട് നല്ല പോലെ തന്നെ പൊങ്ങി വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നല്ല സോഫ്റ്റ് ആവാനും നല്ലതാണ്. നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് പച്ചരിയും 1/4 ഗ്ലാസ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും 1/4 ഗ്ലാസിന്റെ അളവിന് ചോറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എടുക്കുന്ന അളവ് അതേപോലെ എടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 3 മിനിറ്റോളം നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മാവ് ഒരു 8 മണിക്കൂർ നേരത്തേക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിന്റെ അകത്ത് ഇറക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ കുക്കറിലകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുത്താലും നന്നായിട്ട് പൊങ്ങി വരും. ഞാൻ ഇതൊരു 8 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം മാവ് എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. അരി അരച്ചു വെച്ചിട്ട് ഇതാ ഇവിടെ 8 മണിക്കൂർ ആയിട്ടുണ്ട്. നോക്കും നമ്മളെ മാവ് നല്ല പോലെ തന്നെ 2 ഇരട്ടിയോളം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കാം. ഇതാ കണ്ടില്ല, നല്ല സോപ്പ് പത പോലെയാണ് മാവ് ഇരിക്കുന്നത്. അരി അരച്ച ശേഷം നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടില്ലേ, നമുക്ക് മാവ് ഇതാ കോരി എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുമെന്ന്. ഇതിനു മുന്നേ ഞാൻ കുറെ ഇഡ്ഡലിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ശരവണ ഭവനിലെ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇഡ്ഡലി തട്ടിലേക്ക് ഓരോ കുഴിയിലേക്കും എണ്ണ തടവി കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ അതല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. തട്ട് വച്ച ശേഷം ഒന്ന് ആവി കയറണം. ഒന്ന് ചൂടായ ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ തട്ടിൽ ഒട്ടിപ്പിടിക്കും. നല്ല പോലെ തന്നെ സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പത്ത് മിനിറ്റ് നേരം ആവി വരട്ടെ. ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് തട്ടെടുത്ത് മാറ്റാം. ഇഡ്ഡലി തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മൾ ശരവണ ഭവനിലെ അതേ ക്രീമി ടെക്സ്ചറുള്ള ചട്നിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൂത്ത് വരെയൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള കുറച്ചൊന്ന് വഴഞ്ഞു വന്ന ശേഷം ചെറിയ 3 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്നിയുടെ സീക്രട്ട് ചേരുകയായിട്ടുള്ള പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടുകടലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊട്ടുകടലിനെ നല്ല പോലെ ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. മല്ലിയില അതാ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലപോലെ തണുത്ത ശേഷം നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ചട്നി ഇത് അരച്ചെടുക്കാനായിട്ട് ഇതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. ചട്നി ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അരച്ചെടുത്ത ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതാണിത്. നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ലൂസാക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കടുക് താളിക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി നല്ല പോലെ ചൂടായി വന്ന ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം 2 എണ്ണം. ഇനി ഇത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് താളിച്ച് വെച്ച ശേഷം നമുക്ക് ചട്നിയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കാഷ്നട്ടൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചട്നിക്ക്. അപ്പോൾ ഇഡ്ഡലിക്കും ദോശക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ് ഈ ഒരു ചട്നി. ഇതുപോലെയുള്ളൊരു ചട്നി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇത് നമ്മുടെ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്പൂണിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ തട്ടിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. അടുത്ത ഇഡ്ഡലി നമുക്ക് എടുത്തു മാറ്റാം. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയും. ഇതിൻ്റെ അടിവശം നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇഡ്ഡലി ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം, നല്ല സ്പോഞ്ചി ആയിട്ടാണുള്ളത്. കണ്ടില്ലേ, ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഒരു ചട്നി.
അപ്പോൾ ഇതാ നമ്മുടെ ശരവണ ഭവനിലെ ചട്നിയും അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും തന്നെ മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.